കോഴിക്കോട് കൊടുവള്ളിയിലെ റെസിഡൻഷ്യൽ ITI 9 വർഷമായി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. പരിമിതികൾക്കുള്ളിലിരുന്ന് പഠിക്കുന്നത് 48 വിദ്യാർത്ഥികളാണ്. ITIക്കായി സ്വകാര്യ വ്യക്തിയിൽ നിന്നും കൊടുവള്ളി നഗരസഭ സ്ഥലം ഏറ്റെടുത്തുവെങ്കിലും സർക്കാരിന്റെ തുടർ നടപടികൾ വൈകുകയാണ്. സംസ്ഥാനത്തെ വ്യവസായ പരിശീലന വകുപ്പിന് കീഴിലുള്ള ഏക റെസിഡൻഷ്യൽ ITIയുടെ അവസ്ഥയാണിത്. രണ്ടാം നിലയിലെ വാടക കെട്ടിടത്തിലാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന 2 വർഷ കോഴ്സിലായി 48 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇതിപ്പം ഒരു ആർട്സോ സ്പോർട്സോ നടത്താനുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ അല്ലേ ഇവിടെ, അല്ലാണ്ട് ഇപ്പം പുറമെ പോയി നടത്തണം. ഇപ്പം ഇതന്നെ കോളേജാണെങ്കിൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, എല്ലാവരും അടിപൊളിയായി നടത്തിയിരുന്നു. 2022 വാവാട് വില്ലേജിലെ കണ്ടാമലയിൽ 1 ഏക്കർ 10 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് നഗരസഭ വാങ്ങിയിരുന്നു. എന്നാൽ സർക്കാരിനെ രേഖാമൂലം സ്ഥലം കൈമാറുന്ന നടപടി 2 വർഷമായിട്ടും പൂർത്തിയായില്ല. ഒഫീഷ്യലി ഓൾറെഡി മുനിസിപ്പാലിറ്റിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഗവൺമെന്റിന്റെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വലിയൊരു പ്രൊസീഡിങ്സിന് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. അടിയന്തരമായി അതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നീക്കണമെന്നാണ് നമ്മൾക്ക് ഈ കേസിൽ പറയാനുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താമസിച്ചുകൊണ്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയതാണ് ITI. ക്ലാസുകൾ വാടക കെട്ടിടത്തിലായതോടെ താമസത്തിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി. മനോരമ ന്യൂസ്, കോഴിക്കോട്.